ഇനിയിപ്പോൾ 4 മണിക്ക് പരിപാടി തുടങ്ങിയാലും പരിപാടി നിശ്ചയിച്ച അതേ സമയക്രമം അനുസരിച്ച് തന്നെ പൂർത്തിയാകും. കാരണം മറ്റു പരിപാടികളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികളെയും അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകളെയൊന്നും ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കില്ല. ജായ സർക്കാരുമുണ്ട്. അപ്പോൾ ഈ മഴ കാരണമാണ്. അപ്പം മഴ മാറുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ പരിപാടികൾ കൃത്യമായിട്ട് നടക്കും. ഉദ്ഘാടകൻ യൂണിയൻ പ്രസിഡന്റ് മഴ കാരണമാണ്. അദ്ദേഹം കുമാരമംഗലം കരയോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുമാരമംഗലം കരയോഗത്തിലാണ്. 10 മിനിറ്റ് കൂടി എടുക്കും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുവാൻ. അത് സാരമില്ല. നമ്മുടെ പ്രോഗ്രാമിൽ കാര്യപരിപാടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കരയോഗം വൈസ് പ്രസിഡന്റ് അത് അജണ്ട വായിച്ചു. അത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു പോവുകയാണ്. അദ്ദേഹം വരുന്നത് നോക്കുന്നില്ല. സ്വാഗതവും മറ്റു കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ബഹുമാനിയായ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുരാജ് വിദ്യാർത്ഥികളുടെ യോഗം നടപടി ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിനായി ബഹുമാനിയായ വനിതാ സമാജം പ്രസിഡന്റ് പി കോമളകുമാരിയെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമാനം. 95 വർഷം പൂർത്തിയായി 96 വയസ്സിലേക്ക് കിടക്കുന്ന നമ്മുടെ മലക്കാട് മുന്നേഴുതാൻ നമ്പർ എന്ന കരയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗം, അതിനോടനുബന്ധിച്ച് നമ്മൾ പ്രശസ്തമായ രീതിയിൽ വിജയം വിരിച്ച കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ കരയോഗം ഇന്നത്തെ നിലയിലേക്ക് എത്തുവാൻ നമ്മുടെ 95 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ആദ്യം തൊട്ട് തന്നെ ഇന്നുവരെയും ധാരാളം ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്, അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ കരയോഗത്തിന് ഓരോ ദിവസവും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ അവരുടെ സ്മരണയ്ക്ക് മുമ്പിലും ആചാര്യൻ്റെ ദീപസ്മരണയ്ക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്ന് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാം ബഹുമാന്യനായ കരയോഗം പ്രസിഡന്റ് ശ്രീ ജനാർദ്ദനൻ നായർ അവർകളാണ്. അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ എല്ലാം സ്നേഹസമ്പന്നനായ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഉദ്ഘാടകനായി വന്നുകൊണ്ടിരിക്കുകയാണ് യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണപിള്ള സാറാണ്. ദീർഘകാലമായി നമ്മുടെ യൂണിയനെ യാതൊരു ഒരു വിമർശനത്തിനും ഇടവരാത്ത രീതിയിൽ നമ്മളെ നേതൃത്വം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ നേതൃത്വത്തിൻ്റെ അമരക്കാരനായി ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന കൃഷ്ണപിള്ള സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവൻ. ഡോക്ടർ സിന്ധു രാജീവൻ്റെ പ്രവർത്തന മികവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ കഴിഞ്ഞ മാസം മെഗാ തിരുവാതിര ഷെറോണിൽ വെച്ച് നടത്തിയ മെഗാ തിരുവാതിരയുടെ വിജയം. പല യൂണിയൻ്റെ കീഴിൽ പല സ്ഥലങ്ങളിലുള്ള വനിതാ സമ്മാനത്തെ വാട്സാപ്പിൽ കൂടെ വീഡിയോ അയച്ചു കൊടുത്ത് നല്ലൊരു ഏകീകരണത്തോടുകൂടി അവരെ പ്രാക്ടീസ് ചെയ്യിച്ച് നമ്മൾ ഷെറോണി വെച്ചാണ് എല്ലാവരും പരസ്പരം കാണുന്നത്. അതിനുമുമ്പ് കണ്ടിട്ടേ ഇല്ല. അവനവൻ്റെ കരയോഗത്തിൽ വെച്ചും അതിന് മേഖലയെ തിരിച്ച് മാത്രമേ തിരുവാതിര നടത്തിയിരുന്നുള്ളൂ. എന്നിട്ടും എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രീകൃതമായ രീതിയിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ആ മെഗാ തിരുവാതിര നടത്തുവാനായിട്ട് നമ്മുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അവരുടെ യൂണിയൻ കമ്മിറ്റിക്കും സാധിച്ചു. അപ്പോൾ നമ്മുടെ തൊടുപുഴ താലൂക്ക് യൂണിയൻ്റെയും വനിതാ യൂണിയൻ്റെയും ഒരു തിലകക്കുറിയായിരുന്നു ആ മെഗാ തിരുവാതിര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
നമ്മുടെ വനിതാ സമാജത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും പ്രസിഡന്റ് എപ്പോഴും എന്ത് കാര്യത്തിനും സന്നദ്ധ. അപ്പോൾ നമ്മുടെ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ എപ്പോൾ നമ്മൾ ചെന്നാലും എന്ത് കാര്യത്തിനും നമ്മളോട് വളരെ ഹാർദവമായ രീതിയിൽ വളരെ സുതാര്യമായിട്ട് എത്ര നല്ല രീതിയിലാണ് നമ്മൾ കരയോഗവും സ്കൂളും തമ്മിലുള്ള ടൈംസൊക്കെ വളരെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും. അവരുടെ ഏത് കാര്യങ്ങൾക്കും ബിന്ദു ടീച്ചർ റെഡിയാണ്. അപ്പോൾ ബിന്ദു ടീച്ചറിനെ ഈ കരയോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഗീത ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗീത ടീച്ചറും എപ്പോഴും നമ്മളോട് നമ്മുടെ കരയോഗാംഗമാണ്. അത് കൂടാതെ കരയോഗത്തിനുള്ള വളരെയധികം സൗഹാർദ്ദപരമായ രീതിയിൽ പെരുമാറുന്നുണ്ട്. ഗീത ടീച്ചറിന് കരയോഗത്തിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സെക്രട്ടറി, നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, നമ്മൾ ഓരോ പ്രവർത്തനത്തിൻ്റെയും മികവിനെ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്ര നല്ല രീതിയിലാണ് ഓരോ പരിപാടികളും ഓർഗനൈസ് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒരേ പങ്കാളിത്തം നൽകി നല്ല രീതിയിൽ യാതൊരു വിമർശനങ്ങൾക്കും ഇടവരുത്താത്ത രീതിയിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സെക്രട്ടറിയെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ സെക്രട്ടറി KP ജയരാജ സാറാണ്. ഞാൻ പേര് പറയാൻ മറന്നു. പിന്നെ നമ്മുടെ വനിതാ സമാജം സെക്രട്ടറി സുജാത അനിൽ, നമ്മുടെ മായ ടീച്ചർ, ട്രഷററായ അനിത ബിജു, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഇന്നത്തെ ആദരവ് അനുമോദനം ഏറ്റുവാങ്ങാൻ രക്ഷാകർത്താക്കളോടൊപ്പം എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഈ അനുമോദനം നിങ്ങൾ ഈ ഭാവിയിലും പഠിക്കാൻ പോകുന്ന കോഴ്സുകൾക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വിജയിച്ച് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങണം എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്ന രക്ഷാകർത്താക്കളും നമ്മുടെ ഈ കരയോഗത്തിൻ്റെ നെടുങ്കുന്നായ കരയോഗ അംഗങ്ങൾ, കരയോഗ കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഇവിടെ സ്വാഗതം ആദരിച്ച ശ്രീമതി കോമകുമാരിക്ക് നന്ദി. അടുത്തതായി അധ്യക്ഷ പ്രഭാഷണമാണ് ശ്രീകനായ കരയോഗ പ്രസിഡന്റ് ശ്രീ KP ജനാർദ്ദൻ നായരെ ഏറെ ഇടത്തോട് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. 95-ാം പിറന്നാൾ കഴിഞ്ഞ ഈ നമ്മുടെ കരയോഗം 170-ാം കരയോഗം അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് 1990-ാം ആണ്ട് ആരംഭിച്ച് 1995-ൽ ആനന്ദവിലാസം രജിസ്റ്റർ ചെയ്ത പ്രവർത്തനമാണ് നമുക്കാണ് കരയോഗം നടന്നു കഴിഞ്ഞിട്ട് 95 വർഷം പൂർത്തിയാക്കുകയാണ്. 95 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന് സ്ഥലം നിർമ്മാണം കഴിഞ്ഞ കരയോഗമായ വേദിക്കാരുടെ എഴുതുന്നവരെയും പ്രഥമ കരയോഗം നടത്തുന്നതായിരുന്ന കൈമലയിൽ നാരായണനാരെയും മന്മറിഞ്ഞ കരയോഗം അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹിക്കുന്നു. ഇപ്പോഴും പൂർണ്ണമായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരനോട് നവതിയാൾ സമാപനത്തിൽ പങ്കെടുക്കുന്ന നവതി ആഘോഷങ്ങൾ കരയോഗം ചരിത്രത്തിൽ സുപ്രധാന ഏതായി നൽകുവാൻ
ഇത്തരത്തിൽ ഈ കരയോജന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഈ 95 വർഷം മുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ പ്രവർത്തനമാണ് ശ്രീ KT ജയരാജൻ അവർക്ക് ഉദ്യോഗസ്ഥരും എല്ലാവരും ആശംസകളും നൽകുകയാണ്. കൂടാതെ ഈ കരയോജന ആകെയുള്ള ആസ്തി എന്ന് പറയുന്ന 2 സെന്റ് സ്ഥലമാണ്. ആ 2 സെന്റ് സ്ഥലത്ത് ഇന്ന് ഈ മണക്കാട്ടുകളിലൊക്കെ ഏറ്റവും നല്ലൊരു വലിയ ആക്കി എടുത്ത് ഈ കരയോ സെക്രട്ടറി ഉണ്ടാകുന്ന ഒറ്റ നേതൃത്വ ഭാഗമാണ് മാത്രമാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ഇന്നിപ്പോൾ മണക്കാട് കരയോജന വിഭവം എന്ന് പറയുന്നത് മണക്കാട്ടുകളിലെ ഏറ്റവും നല്ല വിഭവമാണ്. അത് കഴിഞ്ഞ കുടുംബങ്ങളിൽ മുമ്പായിട്ട് തീർക്കുവാൻ നമുക്ക് സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഈ കരയോജൻ്റെ ആസ്തി എന്ന് പറയുന്നത് നല്ലൊരു സംഘടനയാണ്. നമ്മുടെ അതിന് വേണ്ട സംഗതികളൊക്കെ ശരിയാക്കി ഈ കരയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പരങ്ങളിൽ ഓരോന്നോരോന്നായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ കൃഷ്ണനായർ കരയോഗം സെക്രട്ടറി നല്ല കരാജി അവരുള്ളതാണ്. ഈ പരസ്പര സഹകരണ രീതിയിൽ യാതൊരു ഫോട്ടോ നോക്കാതെ ഈ കരയോഗത്തിൽ തന്നെ അല്ലാതെ ആളുകൾക്ക് കൂടുതൽ ചേർത്തുകൊണ്ട് അതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കരയോഗത്തിൻ്റെ ആസ്തി ആയിട്ടുള്ള പരസ്പര സഹകരണത്തിൽ നടത്തുന്ന ശ്രീ കൃഷ്ണനായർ നൽകുന്ന ഉൾക്കാഴ്ച വളരെ പ്രശംസനീയമാണ്. അതുപോലെ ഈ കരയോഗത്തിന് എല്ലാ തരം പ്രവർത്തനത്തിനും ഈ കരയോഗത്തിന് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ ഭരണസമിതികളും ബാലസമാജാംഗങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതാണ് ഈ കരയോഗത്തിന് വിജയിക്കുന്ന മറ്റൊരു കാര്യം. ഏതായാലും ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയധികം ആൾക്കാർ ഈ കരയോഗത്തിന്റെ നാളിൽ സംഘടിച്ചതിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ കരയോഗം നടത്തുന്നതാണ് മുന്നോട്ട് നിൽക്കാം പോകട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അതുപോലെ ഇവിടെ 10-45 കുട്ടികൾ ആദരവും ബഹുമാനവും അറിയിക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. അവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനും പ്രിയനായ പ്രസിഡന്റായ KT ജനാർദ്ദനന്റെ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രസിഡന്റ് പറഞ്ഞവരെ തന്നെ 95ാമത് പിറന്നാളാഘോഷമാണ്. ഈ ആഘോഷത്തിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. എങ്കിൽ പോലും നമ്മൾ കരയോഗത്തിൻ്റെയും ഈ സ്കൂളിൻ്റെയും ഉന്നത വിജയം നേടിയിട്ടുള്ള ബഹുപ്രതികളെല്ലാം ക്ഷണിച്ച് ഇവിടെ വരുത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഉപഹാരങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പിറന്നാളാഘോഷം നടക്കുന്നത്. അടുത്തതായി ഈ യോഗത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായിട്ട് പ്രിയങ്കരനായ കരയോഗം സെക്രട്ടറി ശ്രീ KT ജയരാജ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള പ്രിയപ്പെട്ട കരയോഗം പ്രസിഡന്റ് KT ജനാർദ്ദനൻ നായർ അവർ, നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. അദ്ദേഹം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ സിന്ധു രാജീവ്, അതുപോലെ തന്നെ നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ, ലീല ടീച്ചർ, അതുപോലെ വനിതാ സമാജം പ്രസിഡന്റ് കോമൺ ചേച്ചി, സെക്രട്ടറി സുജാത ചേച്ചി, വനിതാ സമാജം കല്യാണി അഞ്ഞ ബിജു,
കാര്യപരിപാടിയിലെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂണിയൻ പ്രസിഡന്റ് വരാൻ വൈകുന്നത് കൊണ്ടാണ് റിപ്പോർട്ട് ഈ സമയത്ത് വായിക്കാം എന്ന് കരുതിയത്. നമ്മുടെ സ്വാഗത പ്രസംഗത്തില് വനിതാ സമാജം പ്രസിഡന്റ് പറഞ്ഞ് നമ്മുടെ കലയോഗം 95 വർഷം പൂർത്തിയാക്കി 96ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ ഈ കലയോഗത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ ഏതാണ്ട് 4 നൂറ്റാണ്ടായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വളരെയധികം സീനിയറായിട്ടുള്ള കൈമന്തൻ രാമേന്ദ്രൻ സാറിനെ പോലെയുള്ളവർ ഈ സദസ്സിലുണ്ട്. പ്രിയപ്പെട്ട ശിവചേട്ടനുണ്ട്. ഇവരൊക്കെ വളരെയധികം സീനിയറായിട്ടുള്ള കലയോഗത്തിന്റെ ഭാരവാഹികളും മുൻകാല ഭാരവാഹികളും കലയോഗത്തിന്റെ സജീവ സാന്നിധ്യവും പ്രവർത്തകരും ഉപദേശകരുമൊക്കെയാണ്. ഇവരുടെ എല്ലാം ഈ സാന്നിധ്യത്തിന് കലയോഗത്തിന്റെ പേരിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇവരുടെ എല്ലാം അനുവാദം വാങ്ങിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നമ്മളൊരു 10-20 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കലയോഗത്തിൽ ആദ്യകാലങ്ങളിൽ ഭാരവാഹിയായി തുടങ്ങിയ കാലത്ത് വെറും ഒരു വെള്ള പേപ്പറിൽ ഒരു പേജ് റിപ്പോർട്ട് എഴുതി ഈ കലയോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഒരു 10-50 ആളുകളാണ് നമുക്കൊരു വാർഷിക പൊതുയോഗത്തിന് പങ്കെടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി കലയോഗത്തിലെ മുഴുവൻ വീടുകളിലും മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി വളരെയധികം സഹകരണം, അതായത് ഒരാൾ പോലും കലയോഗത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാതെ മുഴുവൻ ആളുകളെയും ഈ കലയോഗത്തിന്റെ പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കലയോഗത്തിന്റെ ഓരോ പ്രവർത്തനവും കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പരിപൂർണ വിജയമാക്കി മാറ്റുന്നതിന് ഈ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ റിപ്പോർട്ടിന് മുമ്പ് ആ ഒരു സന്തോഷം കൂടി എല്ലാവരെയും അറിയിച്ചുകൊള്ളുകയാണ്. ഏതാണ്ട് നമ്മളൊരു 25 വർഷം മുമ്പാണ് നമ്മുടെ കലയോഗ മന്ദിരം പണി ആരംഭിച്ചത്. അന്നത്തെ കലയോഗ പ്രസിഡന്റായിരുന്ന യശോവഴിയിലെ ഡി കൃഷ്ണൻ നായർ സാറ്, അതുപോലെ അന്നത്തെ കമ്മിറ്റി അംഗങ്ങളുടെയും വളരെയധികം പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ പഴയ കലയോഗ മന്ദിരം മാറ്റി ഇപ്പോൾ കാണുന്ന ഈ കലയോഗ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മണക്കാട് റോഡ് അന്ന് വന്നിട്ടില്ല. താഴത്തെ റോഡ് വരും എന്ന കണക്ക് കൂട്ടി ഒരു നില ഭൂമിക്കടിയിൽ റോഡിന് മണ്ണിന് താഴെ ഉണ്ടാക്കിക്കൊണ്ട് അത്രയധികം വളരെ കൃത്യതയോടുകൂടി കണക്കുകൂടി കാര്യങ്ങൾ ചെയ്ത ഒരു മുൻകാല നേതൃത്വം മണക്കാട് കലയോഗത്തെ സംബന്ധിച്ച് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വിജയകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും അത് വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിച്ചത്. അതുകൊണ്ട് മുൻകാല നേതൃത്വത്തെയും കലയോഗത്തിന് വളരെയധികം സഹായകരമായ രീതിയിൽ അകമഴിഞ്ഞ പ്രവർത്തനങ്ങളും നിസ്വാർത്ഥ സേവന മാതൃകാപരമായ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള മുൻകാല നേതൃത്വത്തെയും എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റിയത് എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ആളുകളെയും, ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുകയല്ല ചെയ്യുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഒരു പേജ് വായിച്ചാൽ മതിയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ വാർഷിക റിപ്പോർട്ട് 24 പേജായിരുന്നു. ഇപ്രാവശ്യം 36-38 പേജായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബുക്ക് രീതിയിലാണ് നമ്മുടെ വാർഷിക റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം. ഏറ്റവും വളരെ ചുരുക്കിയായിട്ട് പ്രവർത്തനം എഴുതിയാൽ പോലും നമുക്കൊരു വലിയ ബുക്കിൻ്റെ അത്രയും വലുപ്പമുണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുന്നില്ല. അതിനകത്ത് 1-2 കാര്യങ്ങൾ എന്തായാലും നമ്മൾ പറയുകയാണ്. പുറത്തു പോകാൻ പറ്റില്ല. യൂണിയൻ പ്രസിഡന്റ് വരണം. അത്രയും സമയം നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. കലയോഗം കമ്മിറ്റി ആദ്യമായിട്ട് ചെയ്തത് മുഴുവൻ ആളുകളുടെയും സഹകരണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് ഓരോ കമ്മിറ്റിയും കാര്യമായി ചർച്ച ചെയ്തത് കലയോഗത്തെ സംബന്ധിച്ച് ചെറിയ കടബാധ്യതകളുണ്ടായിരുന്നു. അത് എങ്ങനെ വീട്ടാം. അന്നത്തെ സാഹചര്യത്തിൽ ഈ കടബാധ്യത വീട്ടുവാൻ നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ആളുകളിൽ നിന്ന് പണം സമാഹരിക്കാൻ അതിലേറെ